ഹേയ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നും പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. എല്ലാവർക്കും സുഖമല്ലേ? എന്താണ് വിശേഷങ്ങൾ? അപ്പോൾ നമ്മുടെ ദുബായിലിപ്പോൾ വിൻ്റർ സീസൺ ഈസ് കമ്മിങ്. അപ്പം ഇനിയിപ്പോൾ നല്ല നമുക്ക് ചെടികളൊക്കെ വെച്ച് നല്ല സൂപ്പറാക്കാൻ പറ്റിയ ടൈമാണ്. അപ്പം കുറച്ച് ചെടി വാങ്ങിക്കാമെന്നുള്ള പ്ലാനിലാണ് ഇന്ന് നമ്മൾ ഇറങ്ങിയിട്ടുള്ളത്. അപ്പം നമ്മൾ വന്നത് വേറെ എവിടെയല്ല, നമ്മുടെ ദുബായ് മുനിസിപ്പാലിറ്റിയുടെ അൽവാസൻ ഗാർഡനിലാണ്. അൽവാസൻ പ്ലാന്റ് നഴ്സറിയാണ്. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ ഒരു കൂട്ടം നഴ്സറീസ് ഉണ്ട്. നമുക്ക് ഇവിടെ നിന്ന് ചെടിയൊക്കെ വാങ്ങിക്കാം. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് പലർക്കും അറിയാം. കാരണം വേറെ ഒന്നുമല്ല, ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് 50 ഫിൽസ് തൊട്ടുള്ള ചെടികൾ നമുക്ക് അവൈലബിൾ ആണ്. 1 ദിർഹംസ് തൊട്ടും 1 ദിർഹംസിനും അങ്ങനെയുള്ള റേറ്റ് വളരെ കുറവാണ്. നമ്മൾ അടുത്തുള്ള ഷോപ്പുകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിനെക്കാട്ടി ഇവിടെ എല്ലാത്തിനും കമ്പാരിറ്റീവ്ലി നല്ല വിലക്കുറവാണ്. അങ്ങനെയാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. നമ്മളിപ്പം ഇവിടെ നിന്ന് പ്ലാന്റൊക്കെ വാങ്ങിക്കുന്നതിനേക്കാളും നമുക്കിവിടെ ഓരോന്നൊക്കെ കാണാൻ തന്നെ നല്ല രസമാണ് കേട്ടോ. ചെടികൾ ഫ്രൂട്ട്സിൻ്റെതുണ്ട്, വെജിറ്റബിൾസ് ഉണ്ട്, ഫ്ലവറിങ് പ്ലാന്റ്സ് ഉണ്ട്, ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ട്. പിന്നെ ഈ ഇൻഡോർ അകത്ത് വയ്ക്കുന്നതിന് ചെടി ചട്ടികളായാലും അല്ലാതെ നമ്മളെ പോട്ടിങ് മിക്സ് എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ നിന്ന് എന്താണെന്നുള്ളത് വാങ്ങിക്കുക. ഇതൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, നിറച്ചും ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ്. പിന്നെ ഈ ഒരു സെക്ഷനാണ് ഇൻഡോർ പ്ലാന്റ്സിന് വേണ്ടിയിട്ട് അവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതിനകത്തും സൂപ്പറാണ് കേട്ടോ, ഒരുപാട് ഇതുണ്ട്. അങ്ങനെ നമ്മൾ ഇവിടെ വന്ന ടൈം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഉച്ച സമയമുണ്ട്, അത്യാവശ്യം ചൂടുണ്ടായിരുന്നു. ഇവിടെ നമുക്ക് വരാൻ പറ്റിയെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു വൈകുന്നേരം ടൈമിലൊക്കെ വന്ന് നമുക്ക് നല്ലപോലെ കണ്ട് പോവാം. അപ്പോൾ ഈ വില്ലാസും കാര്യങ്ങളും ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ ഇതുപോലുള്ള വലിയ ചെടികളൊക്കെ അവിടെ വാങ്ങിക്കൊണ്ട് വെക്കാം പുറത്തൊക്കെ. പക്ഷെ നമ്മളെപ്പോലെ കുഞ്ഞ് ബാൽക്കണി ഉള്ളവർക്ക് ഇതുപോലുള്ളതൊന്നും കൊണ്ട് വെക്കുന്നത് വലിയ ബുദ്ധിമുട്ടായിരിക്കും. എന്താ നോക്ക്, വാഴ, ഓറഞ്ച്, മാതളം ഒക്കെ പിടിച്ച് നിൽപ്പുണ്ട്. അതുപോലെ തന്നെ ഫിഗ്, നമ്മുടെ അത്തിപ്പഴം, അതൊക്കെ ഇങ്ങനെ ചെറിയ ചെടികളിൽ പിടിച്ച് നിൽപ്പുണ്ട്. ഇതൊന്നും ഒരുപാട് റേറ്റല്ല, നമുക്ക് അഫോർഡബിൾ റേറ്റാണ്. പക്ഷേ ഇതൊക്കെ കൊണ്ട് വെക്കാനായിട്ടുള്ള സ്പേസ് ഉള്ള സ്ഥലം കൂടി ആയിരിക്കണം എന്നുള്ളതുകൊണ്ട് നമ്മൾ ഇതൊന്നും അങ്ങനെ വാങ്ങിയില്ല. ഇത് ഫിഗാണ് കേട്ടോ, ഫിഗ്. പിന്നെ ഇത് ഗ്രേപ്സ് ഒന്നും പിടിച്ചിട്ടില്ല, പക്ഷേ ചെടിയാണ് ഗ്രേപ്സിൻ്റെ. അങ്ങനെ നമ്മൾ അതൊക്കെ നോക്കി. നമ്മൾ മെയിൻലി വെജിറ്റബിൾസിൻ്റെ കുറച്ച് പ്ലാന്റ്സ് വാങ്ങിക്കാനാണ് വന്നത്. അപ്പോൾ അത് നമ്മൾ കയറി വന്ന സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്നു. പിന്നെ എന്തായാലും ഒന്ന് കാണാമെന്ന് വിചാരിച്ച് ഉള്ളിലോട്ടൊക്കെ കയറി. ഇതുപോലുള്ള ഒരുപാട് നഴ്സറീസ് ഉണ്ട്. നമുക്ക് എവിടെയാണോ ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ കയറിയിട്ട് വാങ്ങിക്കാം. എല്ലായിടത്തും ഏകദേശം പ്രൈസൊക്കെ ഓക്കെ ആണ്, എല്ലാം സെയിം ആണ്. ഇതൊക്കെ കാക്ടസിൻ്റെ ഡിഫറെൻറ്റ് വെറൈറ്റീസാണ് ഈ കാണുന്നതൊക്കെ. ഇത് പോട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ പുറത്തൊക്കെ വെക്കാൻ പറ്റിയ സ്റ്റാച്യൂസ് ഉണ്ടല്ലോ, അതുമൊക്കെ ഉണ്ട്. പിന്നെ ഇത് ഇൻഡോർ പ്ലാന്റ്സിൻ്റെ കളക്ഷനാണ് കേട്ടോ. അതവരകത്ത് തന്നെയാണ് വെച്ചിട്ടുള്ളത്. AC ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ബാമ്പു ആണ്. ഈ സാധനം എന്ന് പറയുമ്പം എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ, നമ്മുടെ ലക്കി ബാമ്പു, ആ ഐറ്റമാണ് ഈ കാണുന്നത്. ഇത് ആന്തൂറിയ ഉണ്ട്, ഓർക്കിഡ്സ് ഉണ്ട്. അതൊക്കെ അവർ ഇൻഡോർ പ്ലാന്റ്സിലാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഒരുപാട് മണി പ്ലാന്റ്സ് ഉണ്ടായിരുന്നു. അതായത് ഇങ്ങനെ ക്രീപ്പേഴ്സ് പോലെ പോകുന്ന പ്ലാന്റ്സ് ഉണ്ടല്ലോ, അത് ഡിഫറെൻറ്റ് വെറൈറ്റി ഉണ്ടായിരുന്നു. അത് അപ്പുറത്തെ സെക്ഷനിൽ ഞാൻ കാണിച്ചു തരാം. നല്ല ഇഷ്ടംപോലെ ഇങ്ങനെ ഹാങ് ചെയ്ത് കിടപ്പുണ്ട്. പിന്നെ ഇതൊക്കെ കാക്ടസാണ്. കാക്ടസിൻ്റെ ഡിഫറെൻറ്റ് വെറൈറ്റിയാണ് കേട്ടോ. നമുക്ക് ഈ ടേബിളിലൊക്കെ വെക്കാനും ബെഡിൻ്റെ സൈഡിലൊക്കെ വെക്കാനും ഒക്കെ നല്ല രസമാണ്. പിന്നെ അതുപോലുള്ള കുഞ്ഞു കുഞ്ഞു പ്ലാന്റുകൾ. പിന്നെ അത് തന്നെ അവർ ഓറഞ്ചൊക്കെ പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്, അല്ലാതെ നാച്ചുറൽ കളറല്ല. ഈ ഓറഞ്ച് കളറൊക്കെ പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്, ഗ്രീൻ, യെല്ലോ ഒക്കെ. അപ്പോൾ അതിൽ തന്നെ ഈ കാക്ടസിൻ്റെ കുഞ്ഞ് പ്ലാന്റ്സിനൊക്കെ അത്യാവശ്യം വില ഉണ്ട് കേട്ടോ, തീരെ അങ്ങ് റേറ്റ് കുറവല്ല. പിന്നെ ഇത് ബാമ്പു ആണ്. പിന്നെ ഇത് ചെടിയുടെ വിത്തുകൾ, അതൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലുള്ള മണി പ്ലാന്റ്സ്, ഇൻഡോർ പ്ലാന്റ്സ് ഇഷ്ടംപോലെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ബൊഗൈൻവില്ലയുടെ ഒരു ഇതാണ്. ഈ കാണിക്കുന്ന മണി പ്ലാന്റ്സിനൊന്നും അത്ര റേറ്റ് ഇല്ല, 15 ദിർഹംസ് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ 15 or 35 ഒക്കെ ആയിരുന്നു.
അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കി. ആന്തൂറിയംസൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ആന്തൂറിയംസിനും അതുപോലെ നമ്മുടെ ഓർക്കിഡ്സിനൊക്കെ തീരെ റേറ്റ് കുറവല്ല, അത്യാവശ്യം റേറ്റ് ഉണ്ട്. പക്ഷെ നമ്മൾ കമ്പാരിറ്റീവ്ലി നമ്മൾ അടുത്തടുത്തുള്ള സൂപ്പർ മാർക്കറ്റ്സിലും ഷോപ്പിലൊക്കെ കാണുന്ന വെച്ച് നോക്കുമ്പോഴത്തേക്ക് റേറ്റ് കുറവെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പം ആരെങ്കിലും ഇപ്പോൾ ഈ വിൻ്ററിൽ ചെടി വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കാറുണ്ടെന്നുണ്ടെങ്കിൽ പോകാൻ. കാരണം എന്ന് വെച്ചാൽ അവിടെ മെട്രോയോ ബസ്സോ ഒന്നും ആക്സസ് ആയിട്ടുള്ള സ്ഥലമല്ല. അപ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം റേറ്റ് കുറവായിട്ട് പ്ലാന്റ്സൊക്കെ വാങ്ങിക്കാം. ഇനിയിപ്പോൾ ചൂട് മാറിക്കഴിയുമ്പോൾ പിന്നെ നമുക്ക് ചെടികളൊക്കെ വെക്കാമല്ലോ. ഇപ്പോഴും പകൽ നല്ല ചൂടാണ്, വൈകുന്നേരം ചൂടൊക്കെ കുറഞ്ഞ് വരുന്നുണ്ട്, ചെറിയ രീതിയിൽ തണുപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ ഇൻഡോർ പ്ലാന്റ്സിന് അതൊന്നും ബാധകമല്ല, അകത്ത് ഒക്കെ വയ്ക്കാം. പിന്നെ ഇവിടെ പല ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ചട്ടികളുണ്ട്. പിന്നെ നമുക്ക് പോട്ടിംഗ് മിക്സ് ഉണ്ട്, നമുക്ക് മണ്ണ് കാര്യങ്ങൾ അതും ഇവിടെ നിന്ന് വാങ്ങിക്കാൻ പറ്റും. പിന്നെ വളം, ഫെർട്ടിലൈസേഴ്സ്, അങ്ങനെ ഒരു ചെടിക്ക് വേണ്ടിയിട്ട് ആവശ്യമുള്ള എല്ലാ തരം സാധനങ്ങളും ഇവിടെ അവൈലബിളാണ്. അപ്പം നമ്മൾ പിന്നെ അങ്ങനെ അകത്തൊക്കെ കണ്ടതിന് ശേഷം നമുക്കിഷ്ടമുള്ള ഐറ്റംസ് വാങ്ങിക്കാനായിട്ട് വന്നിട്ടുണ്ട്, പുറത്തോട്ട് ഇറങ്ങി. അത് വേറൊന്നുമല്ല, നമ്മൾ കുറച്ച് വെജിറ്റബിൾസിൻ്റെ കുറച്ച് തൈ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് 1 ദിർഹംസ് ഉള്ളത് 2-3 എണ്ണമൊക്കെ വാങ്ങി. പിന്നെ 5 ദിർഹംസിനും 10 ദിർഹംസിനും ഒക്കെ ഉള്ള 2 കൂടിയൊക്കെ എടുത്തു. പിന്നെ ഒരു പോട്ടിംഗ് മിക്സും. ഫ്ലവറിങ് പ്ലാന്റ്സ് ഒന്നും ഞാൻ അങ്ങനെ വാങ്ങിയില്ല കേട്ടോ, കാരണം ലാസ്റ്റ് ടൈം ഞാൻ കുറച്ച് ഫ്ലവറിങ് പ്ലാന്റ്സ് ഒക്കെ വാങ്ങിച്ച് ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. പിന്നെ നമ്മൾ നാട്ടിൽ പോയിട്ട് വന്നപ്പോഴത്തേക്ക് എല്ലാം തന്നെ ചീത്തയായിപ്പോയതിന് ശേഷം പിന്നെ ഭയങ്കര വിഷമമായിരുന്നു. അതുകൊണ്ട് ചീത്തയായിപ്പോയപ്പോൾ അതിന് ശേഷം ഫ്ലവറിങ് പ്ലാന്റ്സ് ഒന്നും അങ്ങനെ വാങ്ങിയില്ല. ഞാനിപ്പോൾ ഈ സൈഡിൽ ഇതൊക്കെ വെജിറ്റബിൾസാണ്. ഈ സൈഡിലുള്ള പൂക്കളൊക്കെ 1 ദിർഹംസിൻ്റെ ആണ് കേട്ടോ. 1 ദിർഹംസിന് 50 ഫിൽസിനൊക്കെയാണ് ഈ ഒരു ഇത് ഒക്കെ കിട്ടുന്നത്. അപ്പോൾ ഇവിടെ വന്ന ആൾക്കാർ ഹോൾസെയിലായിട്ട് വാങ്ങിക്കുന്നുണ്ടായിരുന്നു. ഈ സെയിം സാധനം തന്നെ നമ്മൾ പുറത്തുള്ളൊരു കടയിലൊക്കെ നോക്കി കഴിഞ്ഞാൽ 5 ദിർഹംസിനൊക്കെ നമുക്ക് കൊടുക്കേണ്ടി വരും. ഇതൊരു ബ്രിഞ്ചാലിൻ്റെ ചെടിയാണ്. ഇതൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ട് നമ്മൾ വേറെ വലിയ ഒരു ചട്ടിയിലാക്കി മണ്ണൊക്കെ ഇട്ട് വയ്ക്കുമ്പോഴത്തേക്കും അത് നല്ല രീതിയിൽ വളരും. അതുപോലെ ജാസ്മിനും തുളസിയും, നമ്മുടെ നാട്ടിൽ കാണുന്ന പനിക്കൂർക്കയില്ലേ, ഞവരയില്ല എന്നൊക്കെ പറയും, അതൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ നമുക്ക് അത്യാവശ്യമുള്ളതാണ്. കാരണം ചെറിയൊരു പനിയോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്കതൊക്കെ വെച്ചിട്ട് വെള്ളമൊക്കെ ഉണ്ടാക്കി കുടിച്ചു കഴിഞ്ഞാൽ നല്ല ആശ്വാസമാണ്. അപ്പം അങ്ങനെ പിന്നെ ഈ കാണുന്ന പ്ലാന്റ്സും പൂക്കളുള്ളതൊക്കെ ഉണ്ടായിരുന്നു. ഇഷ്ടപ്പെട്ടത് നമുക്ക് വാങ്ങിക്കാം അവിടെ പോയി കഴിഞ്ഞാൽ. അപ്പം പ്ലാന്റ്സൊക്കെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ, പ്ലാൻ ചെയ്യുന്നവർ എന്തായാലും അൽവാസൻ നഴ്സറിയിലേക്ക് പോയിക്കോളൂ. അവിടെ നമുക്ക് നല്ല സൂപ്പർ റേറ്റിന് നമുക്ക് ഗാർഡൻ സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവർ തന്നെ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ചെന്ന് തിരക്കിയാൽ അവിടെ നമ്പറുണ്ട്. അവിടെ കുറച്ച് ദിവസങ്ങളിലൊക്കെ അവിടെ അവധിയാണ്. അപ്പോൾ നമ്മൾ പോകുമ്പോൾ എന്തായാലും അവിടുത്തെ നമ്പർ ഗൂഗിളിൽ നിന്ന് നോക്കിയിട്ട് വിളിച്ചിട്ട് പോവുക. ചിലപ്പോൾ അവിടെ അവധിയാകാനും സാധ്യതയുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസ് ഇഷ്ടമുള്ളവർ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.